അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയായ ഗുരുവര്യർ, സഹൃദയരായ സുഹൃത്തുക്കൾ, സദസ്യരെ, തട്ടത്തിൽ മറിയത്ത് ഉമ്മച്ചി കുട്ടികളുടെ കണ്ണുനീരിന് കാരണം അവരുടെ ശിരോവസ്ത്ര ധാരണമാണെന്ന് പുരോഗമന ലിബറലിസ്റ്റുകൾ നിരന്തരം വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഐഡന്റിറ്റി പ്രകടിപ്പിക്കാനുള്ള വഴികൾ അടക്കുവാൻ ഭരണകൂട ഫാസിസ്റ്റ് ശക്തികൾ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിജാബ് സ്ത്രീകൾക്ക് നൽകുന്ന സുരക്ഷ എന്ന ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണെന്ന് ഞാൻ കരുതുകയാണ്. ആദ്യമായി അവസരം നൽകിയ പ്രപഞ്ച പരിപാലകനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്ന പ്രത്യയ ശാസ്ത്രത്തിന്റെ വിജയത്തിനായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയ 3 കാര്യങ്ങളിൽ ഒന്നാമത്തേത് സ്ത്രീ സുരക്ഷയാണ്. ഭൗതികമായ പുരോഗമനത്തിന്റെ പതിപ്പായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങളും ആക്രമണങ്ങളും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെന്ന യാഥാർത്ഥ്യം പച്ചയായി നിലകൊള്ളുമ്പോൾ ഹിജാബ് ഒരുക്കുന്ന സുരക്ഷ വർത്തമാനകാല സമസ്യകൾക്ക് പൂരണമായി നിലകൊള്ളുന്നു എന്നതാണ് വാസ്തവം. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ വർഷങ്ങളോളം മുംബൈയുടെ തെരുവീതികളിലൂടെ ഞാൻ യാത്ര ചെയ്തിരുന്നത് ഇസ്ലാമിന്റെ സുന്ദരമായ വേഷം ധരിച്ചുകൊണ്ടായിരുന്നു എന്ന് പ്രശസ്ത എഴുത്തുകാരി കമലാ സുരൈ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇസ്ലാമിനെയും ഇസ്ലാമിക സംഹിതകളെയും കൃത്യമായി പഠിച്ച ഏതൊരാളും ഹിജാബ് അടക്കമുള്ള കാഴ്ചപ്പാടുകളെ അംഗീകരിച്ചതായാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, പുരുഷാധിപത്യത്തിൽ അധിഷ്ഠിതമായ ധർമ്മ വ്യവസ്ഥയാണ് ഇസ്ലാമിൻ്റെതെന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഇസ്ലാമിനെതിരെയുള്ള സ്ത്രീപക്ഷ വിമർശനം ആരംഭിക്കുന്നത്. ഒരു മുസ്ലിം വനിതയുടെ അടക്കവും ഒതുക്കവും മാനവികാരത്തിന്റെ പ്രതിഫലനങ്ങളായും അവരുടെ ശിരോവസ്ത്രവും പർദ്ദയും അടിമത്തത്തിന്റെ കവചിത രൂപങ്ങളായും അടയാളപ്പെടുത്തുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? സ്ത്രീ സൗന്ദര്യത്തെ ചൂഷണാത്മകമായി മുതലാളിത്ത കോർപ്പറേറ്റ് കുത്തകകൾ പരസ്യ പലയിലേക്ക് പകർത്തിയപ്പോൾ ഉപ്പ് മുതൽ കർപ്പൂരം വരെ വിപണനം നടത്താൻ സ്ത്രീയുടെ നഗ്നതയാണ് മുതലെടുക്കുകയുണ്ടായത്. ശരീര സൗന്ദര്യത്തെ മാത്രം വിലമതിക്കുകയും സ്ത്രീയെ കേവലം ഒരു മാംസ കഷ്ണവുമായി കാണുന്ന ഇത്തരം പ്രവണതകളെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മുളയിലെ നുള്ളിയ മഹത്തായ വിശ്വാസ സംഹിതയാണോ പരിശുദ്ധ ഇസ്ലാം. അതേ, അവളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതും കുലീനതയും സുരക്ഷിതത്വവും പകർന്നു നൽകുന്നതുമായ വസ്ത്രധാരണ രീതിയാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹിജാബ് എന്നാൽ എന്താണ് എന്ന് നാം ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഹിജാബ് എന്ന പദത്തിനർത്ഥം മറ എന്നാണ്. ഇവിടെ രാജ്യസുരക്ഷയ്ക്കായി നാം വേലി കെട്ടാറുണ്ടല്ലോ, മതിലുകൾ പണിയാറുണ്ടല്ലോ. ഇത്തരത്തിൽ സ്ത്രീ സൗന്ദര്യത്തെ ചൂഷണം ചെയ്യുന്ന കയ്യേറ്റങ്ങളെ തടയാൻ സ്ത്രീകൾക്ക് നൽകുന്ന സംരക്ഷണ മറയാണ് ഹിജാബ്. അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന വേഷഭൂഷ വർത്തമാനങ്ങൾ വേണ്ടെന്ന് വെക്കാൻ സ്ത്രീകളോട് നിഷ്കർഷിക്കുന്നത് അവളുടെ ആത്മസംരക്ഷണത്തിന് വേണ്ടിയാണ്. പെണ്ണ് സുരക്ഷിതമാവുന്നിടത്ത് ഒരു സമൂഹത്തിന്റെ സുസ്ഥിതി എന്ന് പഠിപ്പിച്ച് പ്രയോഗവൽക്കരിച്ച ചരിത്രമാണ് നമുക്കുള്ളത്. ഇസ്ലാം ആശ്ലേഷണത്തിൽ അമാന്തിച്ചിരുന്ന അനുയായിയോട് ഈ കാലുഷിത നിറഞ്ഞ സാഹചര്യം മാറുമെന്ന് പ്രതീക്ഷ നൽകിയ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹീറയിൽ നിന്നും ഒരു സ്ത്രീ നിർഭയത്വമായി തനിച്ച് ഹജ്ജ് ചെയ്യാൻ വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. ഈ നിർഭയത്വ സാഹചര്യം അവൾക്ക് ഒരുക്കി കൊടുത്തത് ഇസ്ലാം അവൾക്ക് നിശ്ചയിച്ച ഹിജാബിന്റെയും അസ്തിത്വ ബോധത്തിന്റെയും മനോഹരമായ സന്ദേശങ്ങളുടെ ഫലങ്ങളാണെന്ന് ആർക്കാണ് സംശയമുള്ളത്? ചുരുക്കത്തിൽ, ഹിജാബ് പ്രദാനം ചെയ്യുന്ന സുരക്ഷയെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടും ബോധ്യമില്ലെന്ന് നടിക്കുന്ന, തുറന്നുകാട്ടലിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മേന്മ പറഞ്ഞ് തലയും മുഖവും മറച്ച സ്ത്രീകൾ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരുടെ കാപട്യം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, പാശ്ചാത്യൻ സമൂഹം ഹിജാബ് നിരോധനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യത്തിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ അത്ര ശുഭകരമല്ല. ഒരു സമൂഹത്തിലെ മതചിഹ്നങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അസഹിഷ്ണുത, വിദ്യാഭ്യാസം എന്ന പരമപ്രധാനമായ അവകാശം പോലും നിഷേധിക്കുന്നിടത്തെത്തിയെങ്കിൽ തുണിയെറിഞ്ഞ് നടക്കുന്നവന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെയാണ് മറച്ചു നടക്കാൻ ആഗ്രഹിക്കുന്നവന്റെ മൗലികാവകാശം എന്നുകൂടി ഫാസിസ്റ്റ് ഭരണകൂട ശക്തികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് വി.പി. സുഹ്റയെ പോലുള്ളവർ ഹിജാബിനെതിരെ സംസാരിച്ചും മറ്റു ചിലർ ഹിജാബിന്റെ മേന്മയറിഞ്ഞ് പരസ്പരം പോരാടുന്ന ഈ സാഹചര്യത്തിൽ യുക്തിപൂർവം യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇറാനിൽ തല തുറന്നിട്ടതിന്റെ പേരിൽ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്ത മഹ്സാ അമീനിന്റെ മരണത്തെ തുടർന്ന് മുട്ടിമുറിച്ച് തെരുവിൽ പ്രക്ഷേപം ഘടിപ്പിച്ച ലോകത്താണ് ഇന്ന് നാം ജീവിക്കുന്നത്. മതത്തിൽ ജീവിക്കുന്നവർ മതനിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. മതനിയമം ലംഘിക്കാനാണ് ചട്ടം കെട്ടുന്നതെങ്കിൽ അത് മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടായിരിക്കണം.
അല്ലാതെ മതത്തിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടല്ല, അത് മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഹിജാബ് സംബന്ധിച്ച് ആഹ്വാനം ഇറങ്ങിയപ്പോൾ അക്ഷരം പ്രതി അംഗീകരിച്ച സ്വഹാബി വനിതകളുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഹിജാബ് നിരോധനത്തിനെതിരെ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഇനിയും മുസ്കാൻ ഖാൻമാർ ഉദയം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഉസീഖും ബിദ്ആ വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.